ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ, ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ചിഞ്ചുകുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാലത്ത് കുട്ടുവിൻ്റെ സ്കൂൾ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 3 to 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പള്ളിയർക്കാവ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലം അമ്മയുടെ അടിമക്കാവും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആഴ്ചയിലൊക്കെ വരാറുള്ള അമ്പലം തന്നെയാണ് കേട്ടോ. മോളും തിരിച്ച് പോവാറായി, വെക്കേഷൻ കഴിഞ്ഞ് അവൾ ഈ മാസം ലാസ്റ്റ് പോവാറായി. അപ്പോൾ ഒന്ന് തൊഴുതിട്ട് പോകാമെന്നും വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഷോപ്പിൽ തിരക്കുണ്ടായിരുന്നു. തിരക്ക് പറഞ്ഞാൽ എനിക്കൊരു ഓൺലൈൻ കസ്റ്റമർ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ കോൾ വരും, എനിക്ക് അവരെ നമ്മുടെ അവിടെയുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് പറഞ്ഞ മോഡലൊന്ന് തുന്നിയും കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണതിൻ്റെ കുറച്ച് സൈസും മെഷർമെൻറ്റൊക്കെ എടുക്കണതുകൊണ്ട് എനിക്ക് ഇത്തിരി തിരക്കായിരുന്നു ഉച്ചവരയ്ക്കും. അപ്പോൾ അമ്മയുടെ അവിടെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അമ്മ ചെറിയ രീതിക്ക് ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടു അവിയലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം വൈകുന്നേരത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ അനിയന്മാരെയും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ രീതിക്ക് ഒരു കേക്ക് കട്ടിങ്ങും ഒരു ഡിന്നറും ആവാമെന്നുള്ളതിൽ പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സതീഷേട്ടന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൈഫ് മുന്നിയും മക്കൾ 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സജി ചേട്ടൻ്റെ വൈഫ് വന്നിട്ടില്ല, ആൾ ടീച്ചറാണ്. അപ്പോൾ അവിടെ സ്കൂൾ ടൂർ ഉള്ളതുകൊണ്ട് ആൾക്കും വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ മക്കളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടന് അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ തുടങ്ങി കേട്ടോ. അതിനുശേഷം ഇവർക്ക് വീട് അടുത്താണെങ്കിലും നമ്മൾ വെറുതെ വൈകിക്കണ്ടല്ലോ, പിന്നെ ഇനി ആരും വരാനും ഇല്ല. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തതിന് അതിൽ ഏറ്റവും വലിയ എനിക്ക് സന്തോഷം ഉണ്ടായത്, കുട്ടികൾ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് കാണുന്നത് ഇന്നാണ്. മോളിപ്പോൾ ഏകദേശം 1 ഇയർ ആയിട്ടുണ്ടാവും. 2 അനിയൻ്റെ 2 കുട്ടികളും ഡിഗ്രി പഠിക്കുന്നത് പുറത്താണ്. അപ്പോൾ അവർ ഹോസ്റ്റൽ ലൈഫിലും അവിടുത്തെ വർത്തമാനം ഇവിടുത്തെ വർത്തമാനം പറഞ്ഞ് നല്ല രീതിക്ക് സമയം പോയത് കുട്ടികൾക്ക് അറിഞ്ഞില്ല. അവർ ഒരുപാട് സംസാരിച്ചു. ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച, ഇനിയിപ്പോൾ സൺഡേ ആണ് നാളെ. അപ്പോൾ നാളെ 2 പേരും തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവും. അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേ ആയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്തതും കേട്ടോ. അപ്പോൾ അതിനുശേഷം അവരിങ്ങിപ്പോൾ